എൻ്റെ പേര് റെജി സാജു. ഞാൻ അയിരൂർ ആറ്റുപുറം നോർത്ത് കുത്തിയോട് നിന്ന് വരുന്നു, എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഇതെൻ്റെ മകൻ മിലൻ സാജു. എൻ്റെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. ഞാൻ GNM നേഴ്സായിരുന്നു. ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രഗ്നൻസിയിൽ ഞാൻ നിർത്തിപ്പോന്നു. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ 3 മക്കളായ സമയത്ത് ആരും ഉണ്ടായില്ല. 2 പിള്ളേർക്ക് പൊള്ളലുണ്ടായി. അത് കാരണം പിള്ളേർ വലുതായിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നൊന്നും ഇത്ര വലിയ വിശ്വാസമോ കാര്യങ്ങളൊന്നുമില്ല. പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിന്നു. അതേപോലെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാമല്ലോ. ഇവിടെ വന്ന് ഹസ്ബൻഡും ജോലി കിട്ടും, എനിക്കും ജോലി കിട്ടും. നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ, പക്ഷെ ഞാൻ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരുമിച്ച് താമസിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഹസ്ബൻഡിനെയും വിളിച്ചു വരുത്തി. ദൈവത്തോട് അനുവാദം ചോദിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനും ജോലി കിട്ടുന്നില്ല, എനിക്കും ജോലി കിട്ടുന്നില്ല. അങ്ങനെ 15 വർഷമായി. ഹസ്ബൻഡിന് ചെറിയൊരു ജോലി കിട്ടി. ആ ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകും, പക്ഷേ നമുക്ക് മുന്നോട്ടേക്ക് ചിന്തിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എനിക്ക് ഒരു മാസമെങ്കിലും ഒരു 10,000 രൂപയുടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ഒരു കസിൻ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോയാൽ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. നമ്മൾ എല്ലായിടത്തും പോകുന്ന പോലെ വന്നാൽ കിട്ടും, ആ ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്നു. അന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിവൊന്നും ഉണ്ടായില്ല കൃപാസനത്തെക്കുറിച്ച്. ഞാൻ വന്നു, സാധാരണ പോലെ 6 നിയോഗങ്ങൾ എഴുതി. ഞാനും എഴുതി 6 നിയോഗങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ വന്ന കൊച്ചിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അവൾക്ക് ഇസ്രായേലിൽ ഒരു ഏജൻസി ഉണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ്, അവനെ ഇങ്ങനെ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവളോട് പഴയ ഏജൻസി മാറി ഈ ഏജൻസിയിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുട്ടിയിൽ കൂടി ഞാൻ എൻ്റെ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഏജൻസി പ്രോസസ്സിങ് എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മകൻ പറഞ്ഞു എന്നോട്, ചേച്ചി പെട്ടെന്ന് ബോംബെക്ക് പോയിക്കോ, അവിടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് തലേ ദിവസം എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയപ്പോൾ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും 2018 വെള്ളപ്പൊക്കത്തിൽ പോയായിരുന്നു. ഓൺലി എൻ്റെ ജനറൽ നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം, ബാക്കി SSLC പ്രീ ഡിഗ്രി എല്ലാം പോയായിരുന്നു. അങ്ങനെ ഞാൻ നോക്കി തപ്പി പിടിച്ച് വന്നപ്പോൾ എൻ്റെ SSLC ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം, അതിൽ ആ ഒരു നമ്പർ മാത്രം വെള്ളം കയറാതെ നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാം വെള്ളത്തിൽ പോയായിരുന്നു. ആ ഒരു പേപ്പർ വെച്ചുകൊണ്ടാണ് ഞാൻ ബോംബെക്ക് പോയത്. അവർ പക്ഷേ എന്നോട് ചോദിക്കാൻ വൈകിപ്പോയി. ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് അവരിത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ ഈ കുട്ടീനെ ഇപ്പോൾ ഇരുത്തുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ച സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ക്ലാസ് കൂടി, ഇനി വേഗം നാട്ടിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റും റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു വർഷം 2019 എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് നടത്തണമെങ്കിൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങണം, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, അഡ്വക്കേറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റ് പോയെടുത്ത് എല്ലായിടത്തും കയറി ഇറങ്ങണമായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ വരാൻ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകണം. ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി, ഞാൻ തന്നെ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ വലിയ സംസാരിക്കുന്ന വ്യക്തിയോ ഒന്നുമല്ല, ഒരു പതുങ്ങിയൊരു ആളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ശക്തിയാൽ അമ്മയുടെ ഈശോയുടെയും എൻ്റെ അപ്പുറത്തെ മാതാവും സഞ്ചാരി മാതാവും ഇപ്പുറത്തെ എൻ്റെ ഈശോയും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത്. ആ ശക്തിയാൽ എല്ലാ സ്ഥലത്തും അഡ്വക്കേറ്റിനോടൊന്നും ഞാൻ സംസാരിക്കുന്നത് അവിടെ പോയി, പക്ഷേ എല്ലാം അവിടെ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നു എൻ്റെ ഈശോയും മാതാവ്. അങ്ങനെ എനിക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ശരിയായി. 2020 ഞാൻ ഇവിടുന്ന് എൻ്റെ വിസ വന്നപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായില്ല, കുറച്ച് താമസം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വിസ ക്യാൻസലാക്കിക്കോ, എനിക്ക് ഇത്രയും പൈസ ലക്ഷങ്ങൾ കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിലില്ല. പക്ഷെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആരോടും ചോദിക്കാതിരുന്നത്. ലോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു, പക്ഷേ ലോൺ കിട്ടിയില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു,
ആ പൈസ ഞാൻ തരാം, വേഗം പോകാനുള്ളതെല്ലാം റെഡിയാക്കിക്കോളാം. അതും എൻ്റെ അമ്മയും ഈശോയും തന്നതാണത്, വേറെ ആരും തരാനില്ല. എൻ്റെ ഈശോയും അമ്മ മാതാവ്, എൻ്റെ സഞ്ചാരി മാതാവ് കൂടെ വന്ന് ഈശോനോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തന്നു, നന്ദി പറയുന്നു. അതേപോലെ ഞാൻ ഇസ്രായേലിൽ ജോലിക്ക് കയറി എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൊറോണയുടെ ഇത് കാരണം ആ മാസം തന്നെ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാക്കിയായിരുന്നു. അതിന് ദൈവത്തിന്, ഞാൻ അവിടെ എത്തിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്തു. എല്ലാ ഞായറാഴ്ചയാവുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു വേദനയാണ്. കുമ്പസാരമില്ല, വിശുദ്ധ കുർബാനയില്ല. അതൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കര വേദന ഉളവാക്കുന്നതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ഹൃദയം കിടന്ന് വിങ്ങുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുമ്പോൾ ആ ഒരു ശക്തി എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അതില്ലാതെ 2.5 വർഷം എനിക്ക് ആ സമയമാകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, എനിക്ക് വിശുദ്ധ കുർബാന കിട്ടണം, വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന്. ഈശോയുടെ തിരുശരീരവും തിരുരക്തം എനിക്ക് ഭക്ഷിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 2022 ഞാനിവിടെ വന്നു. 2022 വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ജെറുസലേമിലേക്ക്, ഞാൻ അവിടെ ജെറുസലേമിൽ ആരും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഈശോയുടെ അമ്മയുടെ, എൻ്റെ സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ എനിക്ക് ജെറുസലേമിൽ ജോലി കിട്ടി. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന, കുമ്പസാരം, അതേപോലെ ഈശോയുടെ കല്ലറ, ഗാഗുൽത്ത, അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നതിന് ദൈവത്തിന് ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു. അതൊരു വലിയ ശക്തിയാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കും എല്ലാവരും ഉണ്ടെന്ന്, പക്ഷേ അവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മാത്രമുള്ള, എൻ്റെ ഈശോയും മാതാവും മാത്രമുള്ള എനിക്ക് കൂട്ടിനെ, വേറെ ആരുമില്ല. എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കും, ഹസ്ബൻഡുണ്ട്, മക്കളുണ്ട്, എല്ലാവരും, പക്ഷെ ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഈശോയും മാതാവും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു, നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ശക്തി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറെ ആരുണ്ടായാലും നമ്മുടെ ഈശോയും മാതാവാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ ഞാൻ 2024 വന്നു. 2024 വന്നപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് ഉണ്ട്, നോഡ്യൂളുണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ട വഴി തന്നെ, ഡോക്ടർ ടെസ്റ്റ് ചെയ്യാതെ തന്നെ എന്നോട് പറഞ്ഞു തൈറോയിഡ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ, അത് ദൈവമേ എങ്ങനെ. പക്ഷേ എന്നാലും ഈശോയും മാതാവ് ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു ശക്തി എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന വഴി എനിക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ നോർമലായിരുന്നു. ദൈവത്തിന് 1000 നന്ദി. അത് കഴിഞ്ഞ് എൻ്റെ മകൻ്റെ കാര്യമാണ്. എൻ്റെ മകൻ 10ാം ക്ലാസ്, ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. മക്കൾ പഠിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, ഹോംവർക്ക് ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ മാതാവിന് ഈശോനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. ഈശോയെ അമ്മ മാതാവ് അതെല്ലാം ഏറ്റെടുക്കുമെന്ന് എനിക്ക് വിശ്വാസം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ 10ാം ക്ലാസ്സിൽ ജസ്റ്റ് പാസ് മാർക്കായി ആയിരുന്നു എല്ലാ സമയവും. 10ാം ക്ലാസ്സിൽ 9 A+, കൊടുത്ത് ഈശോയമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ +1 78% മാർക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. അതേപോലെ എനിക്കവിടെ അസുഖങ്ങൾ വരായിരുന്നു. ഞങ്ങൾക്കവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാൽ വെച്ചാൽ എനിക്കവിടെ ആരും ഇല്ല അതിനടുത്ത്. അപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണം. അതിനുള്ള അവസരം ഉണ്ടായില്ല. അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഒത്തിരി സമയമെടുക്കും. എനിക്കവിടെ ഭയങ്കര ചുമയും പനിയും ഷോൾഡർ പെയിനും ഒക്കെ വരുമ്പോൾ ഉപ്പും അഭിഷേക തൈലവും വെഞ്ചിരിച്ച ഉപ്പും, അതാണ് ഞങ്ങളുടെ ആൻറ്റിബയോട്ടിക്കും മരുന്നും. അതുണ്ടെങ്കിൽ നമുക്ക് ശക്തിയാണത്, കൂടെ ഉണ്ട്. നമുക്കത് എന്ത് വന്നാലും അത് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും കഴിച്ച് എല്ലാ അസുഖങ്ങളും ദൈവം അനുഗ്രഹിച്ച് ഹോസ്പിറ്റലിൽ കയറുന്ന ആവശ്യം വന്നിട്ടില്ല. നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളും ചില സമയത്തൊക്കെ ഞാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥന കൊന്തയൊക്കെ ഞാൻ ചില സമയത്തൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിലും എന്നെ ഒരു വല്ലാത്തൊരു ശക്തി എന്നിലോട്ട് വരും. പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും അങ്ങനെ ഒരു ശക്തി എനിക്ക് വരുന്ന കാരണം നമ്മൾ വിട്ടുപോയാലും വേഗം ചാടി എഴുന്നേക്കും ഞാൻ. ആ ഒരു ശക്തി, ദൈവമേ ഈശോയെ ഉടമ്പടി സഞ്ചാരി മാതാവെ കൂടെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തി നമ്മളിലേക്ക് കൈവരും. അതേപോലെ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയി അവിടെ ഉള്ളവർക്ക് കൊടുക്കും. അതേപോലെ ഞാൻ കുറച്ച് കാശുരൂപം കയ്യിലെടുക്കും. ഈ പത്രത്തിന് പകരം കാശുരൂപം കൊടുത്തിട്ട് പറയും ഇങ്ങനെ ഉടമ്പടി എടുക്കണം. മാതാവിനെക്കുറിച്ച് ഞാൻ പറയും, സഞ്ചാരി മാതാവിനെക്കുറിച്ച്, ഈശോനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്. ധ്യാനം കേൾക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ അതും ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ അവിടെ ഞങ്ങൾക്ക് സഹായിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഓൺലൈനിൽ കൂടെ കാണുന്നത് ഞാൻ പൈസ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ തന്ന ദൈവത്തിനും മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. 1 പത്രോസ്
5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇവിടെ റെജി സാജുവിൻ്റെ മനോഹരമായ ഒരു വിശ്വാസ സാക്ഷ്യമാണ് നാം കേട്ടത്. ഉടമ്പടിയിൽ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ തനിക്ക് ലഭിച്ച ഒരു വലിയ വിശ്വാസ സാക്ഷ്യമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. റെജി പറയുകയായിരുന്നു, ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്നു. എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ക്രിസ്ത്യൻ, സൺഡേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആവറേജ് ക്രിസ്ത്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതെന്ന് വളരെ ടെക്നിക്കലായി താൻ പഠിച്ചുവെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റുപറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും നിയോഗങ്ങളുമായി കൃപാസനത്തിലേക്ക് വന്നത്. അതോടെ പരിശുദ്ധ അമ്മ റെജിയുടെ എല്ലാ സങ്കടങ്ങളെയും ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. ജോലിക്കായി അപേക്ഷിക്കാൻ ഒരു GNMന് സാധിക്കും. പക്ഷേ തൻ്റെ എല്ലാ റിപ്പോർട്ട് കാർഡുകളും SSLC കാർഡെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി, നശിച്ചുപോയി. അതിലൊരു നമ്പർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന്. ഒരു നമ്പർ മാത്രം പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ മഹത്വം വെളിപ്പെടാനായി ആ SSLC ബുക്കിൽ ഒരു നമ്പർ മാത്രമാണ് അവശേഷിപ്പിച്ചത്. അസാധ്യങ്ങളുടെ സാധ്യതയുള്ള ഒരു പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷ്യത്തിനാണ്, ഒരു വലിയ ദൈവമഹത്വത്തിനാണ് ഈ സഹോദരിക്ക് ഇവിടെ ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ സാധിക്കുന്നത്. തനിക്കെല്ലാം എല്ലാ സർട്ടിഫിക്കറ്റിൻ്റേതായ എല്ലാ ഡോക്യുമെൻറ്റ്സും നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയാണ് തനിക്ക് യേശുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ അവസരവും കൃപയും ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെല്ലാം വലിയ പരിശ്രമങ്ങൾക്ക് ശേഷം ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും അതിനെല്ലാം ശേഷം വിസ കയ്യിൽ കിട്ടുന്ന ആ സമയത്താണ് വീണ്ടും തനിക്ക് തരണം ചെയ്യേണ്ട ഒരു വലിയ അവസരമുണ്ടായത്. കിട്ടിയ വിസ ക്യാൻസലാകുന്ന സമയത്താണ് ഒരു ദൈവദൂതനെ എന്നോണം ഒരു സഹോദരനെ അയച്ച് തനിക്ക് വിസ ശരിയായി. താൻ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയ്ക്കും മഹത്തരമായൊരു സ്ഥലത്തേക്ക് ഈ സഹോദരിക്ക് ജെറുസലേമിൽ ജോലി കിട്ടി. അവിടെ തൻ്റെ ഈശോയുടെ കബറിടത്തിൽ പോലും എന്നും തൊട്ടെടുക്കാനുള്ള, ഈശോയുടെ സ്നേഹത്തെ തൊട്ടെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ കലവറയാണ് ഈശോ തനിക്കായി തുറന്നതെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം വിശ്വസ്തയോടെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലപ്പുറത്ത് ഈശോ നമ്മെ സ്നേഹിക്കുകയും നമ്മെ വാരിപ്പുണരുകയും ചെയ്യുന്ന അത്ഭുതങ്ങൾ നമുക്ക് എപ്പോഴും കണ്ട് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും. അതുപോലെ തന്നെ സഹോദരി തൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു. തനിക്ക് തൈറോയ്ഡ് ക്യാൻസർ വന്നപ്പോഴുണ്ടായ മറ്റെല്ലാ അസുഖങ്ങൾക്കും ഈശോ തനിക്കുണ്ടായ തൻ്റെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളായിരുന്നു ഈശോ തനിക്ക് വലിയ ആൻറ്റിബയോട്ടിക്കായിട്ട് നിലനിന്നതെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മരുന്നുകളും പരിശുദ്ധ അമ്മ നമുക്ക് കയ്യിൽ വെച്ച് തന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴെല്ലാം നാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും പരിശുദ്ധ അമ്മയെ നാം കൂടുതൽ സ്നേഹിക്കുകയും ഒരമ്മയോട് നമുക്കെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിത ക്രമമാണ്, ജീവിത രീതിയാണ് ഉടമ്പടി. താൻ ചെല്ലുന്നിടത്തെല്ലാം ഈശോയെയും പരിശുദ്ധ അമ്മയെയും കുറിച്ച് പ്രഘോഷിക്കുവാനും ഇവിടെയുള്ള അതത് ഭാഷകളിലെ പത്രങ്ങൾ കൊടുക്കുവാനുമെല്ലാം ഈ സഹോദരിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസദായകമായ ഒരു വലിയ അനുഗ്രഹം. അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചു. താൻ എപ്പോഴും താൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുമ്പോഴെല്ലാം അല്ല, ഞാനും എൻ്റെ പരിശുദ്ധാമ്മയും ഈശോയും എനിക്ക് കൂടെയുണ്ട്. തനിക്ക് ആരൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴും അവരെല്ലാം അടുത്തില്ലാതിരിക്കുന്ന ഒരു വലിയ ഏകാന്തതയുടെ അവസ്ഥയിൽ പരിശുദ്ധാമ്മയും ഈശോയും തനിക്ക് കൂട്ടായിരുന്നുവെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പലരുടെയും വലിയ ഒരു ആശ്വാസമാണ്, ഏറ്റുപറയുന്ന ഒരു വലിയ കാര്യമാണ്, എനിക്ക് നല്ല ധൈര്യം വന്നു, എനിക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും എല്ലാം നമുക്ക് വാരിക്കോരി ലഭിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവർക്കെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ സംരക്ഷണവും ധൈര്യവും നമുക്ക് ഏറ്റുപറയാവുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ ഒരു വലിയ റിസൾട്ടിനെ കുറിച്ച് സഹോദരി പറയുകയുണ്ടായി.
മകൻ 10ാം ക്ലാസ്സിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. തനിക്ക് 9 A+ ലഭിച്ചു എന്ന് പറയുന്നു. ഒരു അനുഗ്രഹമാണത്. ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരു വലിയ സങ്കടമാണ്. വലിയ പരീക്ഷകളുടെ സമയങ്ങളിലെല്ലാം മക്കളുടെ അടുത്തില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയൊരു സങ്കടമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. പരിശുദ്ധ അമ്മ നമ്മെ ഏറ്റെടുക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന വലിയ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. നമുക്ക് വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടിയിൽ മുന്നേറാം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളെ അറിയിക്കുന്നത്. നാം നമ്മെക്കുറിച്ച് തന്നെ ഓർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഫയൽ പരിശുദ്ധ അമ്മയുടെ കയ്യിലാണ്. അതിലെല്ലാം ഒരു ഗ്രീൻ സിഗ്നൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വലിയ സിങ്ക്രണൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റെജിക്കും കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.